ഹലോ, എങ്ങോട്ടാ യാത്രയെന്നറിയോ? നമ്മൾ നമ്മുടെ പശുവിന് പൈനാപ്പിൾ ലീഫ് എടുക്കാൻ പോവാണേ. പോകുന്ന വഴിക്ക് വണ്ടിയുടെ എയറൊക്കെ കുറവായിരുന്നു. അപ്പോൾ ടയറുടെ കയറി ബായി ആയിരുന്നു. ബായിയുടെ അടുത്ത് എങ്ങനെയൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കി ബാക്കിൽ 80ഉം ഫ്രണ്ടിൽ 60ഉം ഒക്കെ വെച്ച് എയറൊക്കെ അടിച്ചു തന്നു. അങ്ങനെ 4 ടയറും എയറെല്ലാം ചെക്ക് ചെയ്തിട്ട് വീണ്ടും തോട്ടത്തിലേക്ക് പോവുകയാണ്. കോട്ടയം ജില്ലയിലെ അയർക്കുന്നം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് നമുക്ക് പൈനാപ്പിൾ ലീഫ് ഉള്ളത്. ഇതൊരു വലിയ തോട്ടമായിരുന്നു. 4 ഏക്കർ വരുന്ന ഒരു പറമ്പാണ്. നോർമലി പൈനാപ്പിൾ ലീഫ് കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തരിശുഭൂമികൾ എടുത്തിട്ട് അതിനകത്തിൽ റബ്ബറും തൈയും കൂടെ പൈനാപ്പിളിൻ്റെ കൂടെ വെച്ച് 3 വർഷം പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന രീതിയാണ്. 3 വർഷത്തിന് ശേഷം റബ്ബറും തൈ ഏകദേശം ഇത്രയും വലുതാവും. ആ സമയത്ത് വസ്തു ഉടമയ്ക്ക് റബ്ബറും തൈയും തോട്ടവും കൂടി തിരികെ നൽകി മറ്റൊരു സ്ഥലത്തേക്ക് പൈനാപ്പിൾ കൃഷി ചെയ്യാനായിട്ട് പോകുന്ന ഒരു രീതിയാണ് നോർമലി നമ്മുടെ നാട്ടിലുള്ളത്. അങ്ങനെ നമ്മൾ ഈ തോട്ടത്തിൽ വന്ന് ഈ തോട്ടത്തിലെ അവസാന ലോഡാണ് നമുക്ക് വരുന്നത്. അങ്ങനെ നമ്മൾ ഈ വണ്ടിയിൽ ലോഡ് കയറ്റുന്നതിന് തൊട്ട് മുമ്പായി ഇതുപോലെ കയറിട്ടിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ പൈനാപ്പിൾ അടുക്കുന്നത്. കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു, പൈനാപ്പിൾ ലീഫ് നമ്മുടെ വീട്ടിൽ ഇറക്കുന്നത്. അങ്ങനെ മഴയൊന്നും ഇല്ലാതെ അത്യാവശ്യം നല്ല തെളിഞ്ഞൊരു കാലാവസ്ഥയിൽ നമുക്കിത് കയറ്റി കിട്ടി. ഈ ഭൂമി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നിരപ്പുള്ള ഒരു ഭൂമിയായിരുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോഴേക്കും ഭയങ്കര കുന്നും പൊക്കവും ഒക്കെയാണ്. അവരുടെ പൈനാപ്പിൾ ലീഫ് വെട്ടുന്നവരുടെയും കൃഷി ചെയ്യുന്നവരുടെയൊക്കെ വണ്ടി എപ്പോഴും 4x4 ആയിരിക്കും. ഞാൻ മാത്രമേ ഉള്ളൂ ഈ മഹീന്ദ്രയുടെ മാക്സിമോയും കൊണ്ട് ഈ കുന്ന് കയറാൻ ചെല്ലുന്നത്. ചിലയിടങ്ങളിലൊന്നും വണ്ടി കയറില്ല, ടയർ ഇറങ്ങുകയൊക്കെ ചെയ്യും. അപ്പോൾ അവര് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അവരുടെ വലിയ വണ്ടിയും കൊണ്ട് വന്നിട്ട് കെട്ടി വലിച്ച് മുകളിലൊക്കെ കൊണ്ടുപോയി ലോഡൊക്കെ കയറ്റി തരികയൊക്കെ ചെയ്യും. അതുപോലെ കയറാത്തടുത്ത് ബായിമാരാണ്, അവര് നമുക്ക് തള്ളിക്കയറ്റിയൊക്കെ തരികയൊക്കെ ചെയ്യും. അങ്ങനെ നമ്മൾ ഇന്ന് വീട്ടിൽ വന്നപ്പോഴേക്കും രാത്രി ആയിപ്പോയി. നമ്മൾ നോർമലി നമ്മൾ ഇറക്കുന്ന പോലെ കയറൊക്കെ കെട്ടി വണ്ടി മുമ്പോട്ട് വലിച്ച് ഇറക്കി. അങ്ങനെ കുറെ താമസിച്ചാലും നമ്മൾ ഇന്ന് ലോഡെല്ലാം ഇറക്കി. ഇനി ഒരാഴ്ചത്തേന് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. മഴയുടെ പ്രശ്നമൊന്നും ഇനി പശുവിന് ഒരാഴ്ചത്തേന് ബാധിക്കുകയില്ല. അങ്ങനെ നമ്മൾ സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ.